എൻ്റെ ശരിയാണ് ഞാൻ ജീവിക്കുന്നത്. സിനിമയിലെ വില്ലൻ പോലും ജീവിക്കുന്ന അവൻ്റെ ശരികളാണ്. ഇന്നിപ്പം നമ്മൾ കാണുന്ന വാർത്തകൾ, അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്തൊരു റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല. അവരവരുടെ ശരികളാണ് ചെയ്തത്. അവർക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർക്കും ഉണ്ടൊരു സ്പിരിച്വാലിറ്റി, അവർക്കൊരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊറാലിറ്റിയും എത്തിക്സും ഒന്നും ഒബ്ജക്റ്റീവ് ആകാത്തത് ഇന്നത്തെ കാലത്ത്? അബ്സല്യൂട്ട് ആകാത്തത്. അതാകാത്ത സ്ഥലത്ത് വാർ ആരംഭിക്കും, യുദ്ധം ആരംഭിക്കും, അൾട്ടിമേറ്റ് കെയോസിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ് കെയോസിലോട്ട് കാര്യങ്ങൾ പോകുന്നതിനെക്കുറിച്ച്. പക്ഷെ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, മതങ്ങളില്ലായിരുന്നെങ്കിൽ വിഭജനങ്ങളില്ലാതിരുന്നേനെ. അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ആ വിഭജനങ്ങളില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നേനെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മതത്തിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അത് അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം മതം ബയസ്ഡ് ആകുമ്പോൾ മനുഷ്യൻ സഹി കെട്ടി ചിന്തിച്ചു പോയത് അത് നല്ലതാകേണ്ട ഒന്ന് മോശമായി പോയപ്പോൾ. മതങ്ങളിലെല്ലാം വേണ്ട ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നതും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ എൻ്റെ ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള ആർജവത്വം ഉണ്ടാകും. ഇന്ന് പറ്റുന്ന അപകടം മതങ്ങളിൽ സംഭവിച്ചത് എൻ്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവൻ എൻ്റെ ശത്രുവാകുകയാണ്. അതെങ്ങനെയാണ്? അപ്പം നേരത്തെ പറഞ്ഞ അപകടം, സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മതം ഡെഡ് ബോഡിയാണ്, ജഡമാണ്. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. ഈ ശത്രുതയെക്കുറിച്ച് തന്നെ ഞാൻ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ നാട്ടിൽ, എനിക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ, ഞാൻ കണ്ട കാഴ്ചകളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ ഇഷ്ടം വരാം, വലിയ ഡിമാൻഡ്സൊന്നുമില്ല, RCSC നമ്മുടെ കൂട്ടർ തന്നെ ആയിരിക്കണം, അല്ലാത്തതുമായിട്ട് വരണ്ട, സമ്മതിക്കത്തില്ല. അപ്പം സ്നേഹം പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും ഒത്തു നിൽക്കേണ്ടൊരു ഇതാണ്. രണ്ടു പേരുടെ മനസ്സിൻ്റെ അവരുടെ അടുപ്പമാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഒരു പക്ഷേ വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് മതങ്ങൾ തമ്മിൽ അതിനോട് എന്തിനാണ് അത്ര വിരോധം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതിൻ്റെ ഒരു വിക്ടിം വല്ലതും ആണോ? അല്ല, പോസിറ്റീവ് സെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായും. റേനു ചോദിച്ചതിനകത്ത് കുറച്ച് ഇന്നത്തെ യൂത്തിൻ്റെ വോയിസ് ആണ് കേട്ടത്. റേനുവിൻ്റെ വായിലൂടെ ഇപ്പോൾ ഒരുപാട് കയ്യടി വീഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിനെയൊക്കെ ബഹുമാനിക്കുന്നു. സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, ഇതിനുപരിയായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ലെവലിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് അയാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്? നമ്മൾ തമ്മിൽ എവിടെയൊക്കെ കോമ്പാറ്റബിൾ ആകുന്നുണ്ട്, എവിടെയൊക്കെ ചേർന്ന് പോകുന്നുണ്ട്, ഇഷ്ടങ്ങൾ, ലൈക്സ് നമ്മൾ നോക്കും, ഒരേപോലെയൊക്കെ ചേർന്ന് പോകും. എൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? അത്തരം ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് എൻ്റെ ദൈവവിശ്വാസം വരാത്തത്? എൻ്റെ ദൈവവിശ്വാസം എന്താണ് ആ ഇഷ്ടങ്ങളിൽ വരാത്തത്? ഞാൻ അറിഞ്ഞ ദൈവം ഒരു റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ആ റിയാലിറ്റിയെ ആളും അംഗീകരിക്കണമെന്ന് സ്വാഭാവികമായി, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് ഇഷ്ടം വരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആൾ ഇഷ്ടപ്പെടണമെന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഫെയ്ത്തിൽ വളരണമെന്നും ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്യാത്തിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഫീൽ ചെയ്യുന്നവർ അതങ്ങനെ കാണട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ.